നമസ്കാരം കെ സി സാർ. ഞാൻ രജിൽ, കണ്ണൂർ ജില്ലാ സ്വദേശിയാണ്. ഇപ്പം നമ്മൾ കോൺഗ്രസ് പാർട്ടി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ഇപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മയാണ്. നിരവധി ചെറുപ്പക്കാരാണ് തൊഴിലില്ലാത്തത്. ഇപ്പം നമ്മൾ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ദരിദ്രരുടെ പട്ടികയിൽ പെടാതെ പോകുന്നവരുണ്ട്. അതുപോലെയാണ് തൊഴിലില്ലാത്ത ആൾക്കാർ. വികസനത്തിന്റെ കണക്കുകളിലും നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന ഇതിലൊന്നും നമ്മൾ തൊഴിൽ രഹിതരുണ്ടാവില്ല. അപ്പം കോൺഗ്രസ് പാർട്ടി ഈ തൊഴിലില്ലായ്മ കുറച്ചു കൊണ്ടുവരാനും സാമ്പത്തികമായി മുന്നേറാനും വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു. തൊഴിലില്ലായ്മ തന്നെയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കേരളത്തിലാകുമ്പോൾ അത് അഭ്യസ്തവിദ്യരായ തൊഴിലില്ലായ്മയും കൂടി കൂടുതലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. ലോകം കണ്ട ഏറ്റവും വലിയ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് പ്രോജക്റ്റായിരുന്നു മൻരേഗ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു പഞ്ചായത്തിൽ, ഒരു ചെറിയ പഞ്ചായത്തിൻ്റെ വിഷയം എടുത്താൽ, ഞാൻ നമ്മൾ ദിശ കമ്മിറ്റികളുണ്ട്, എം പിമാർക്ക് അറിയാം, കമ്മിറ്റി റിവ്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു കൊല്ലം 15 കോടി വരെ കൂലി മാത്രം കിട്ടുന്ന സാഹചര്യമുണ്ട്. അതായത് തൊഴിലാളിക്ക് കൂലി ഒന്ന് ആലോചിച്ച്, ഒരു 15 കോടി രൂപ. അപ്പോൾ 5 കൊല്ലം കൊണ്ട് 75 കോടി രൂപ നേരിട്ട് തൊഴിലാളികളുടെ കയ്യിലേക്ക് കൂലിയായിട്ട് വരികയാണ്. അത് ഏറ്റവും വലിയ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീം ഉണ്ടാക്കിയതായിരുന്നു യു പി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് 2 കാറ്റഗറി ഉണ്ട്. അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്തവരുണ്ട്, വിദ്യാഭ്യാസം കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായ പദ്ധതികൾ രാജ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സർക്കാർ, കേന്ദ്രത്തിലെ സർക്കാരായാലും കേരളത്തിലെ സർക്കാരും അത് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഫലപ്രദമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് നടത്തിയിട്ടില്ല എന്നുള്ള ക്രിട്ടിക്കൽ അനാലിസിസാണ് ഞങ്ങൾക്കുള്ളത്. അത് വെറുതെ വിമർശിച്ചു പോവുകയല്ല, ഞങ്ങൾ അതിന് ബദൽ പ്ലാൻ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് അവർ അർഹിക്കുന്ന തൊഴിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് അടക്കമുള്ള മേഖലകളെ വ്യാപകമായി വികസിപ്പിച്ചെടുത്തുകൊണ്ട്, എഡ്യൂക്കേഷനോടൊപ്പം സ്കില്ലും കൂടെ പഠിപ്പിച്ചെടുത്തുകൊണ്ട് ഒരു തൊഴിൽ ചെയ്യാൻ അർഹതപ്പെട്ട ഒരു തലമുറയെ കൂടി വിദ്യാഭ്യാസത്തോടെ ഉണ്ടാക്കുക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബദൽ പ്ലാനും കൂടെ നാട്ടിൽ കൊടുക്കും. കേരളത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പ്ലാനിനായിരിക്കും. ഞങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് പരിഹാരമുണ്ടാക്കുന്ന നടപടികൾക്കായിരിക്കും.